നോക്കാം. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സിൻ്റെ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ. അതായത് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്. എ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ 16, അത് സാലറിയുടെ, ഓർ ഫോം നമ്പർ 16A അതർ കേസസുകളിൽ ഹാസ് ടു ബി ഇഷ്യൂഡ് ബൈ ദി ഡിഡക്ടർ. ആരാണോ നമ്മളുടെ കയ്യിൽ നിന്ന് എന്താ പറയുന്നത് TDS നടത്തണമെന്ന് വെച്ചെങ്കിൽ, ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ വ്യക്തിയാണ് ഈ ഫോം, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, എൻ്റെയാണ് ശമ്പളത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ സാറ്, നമ്മുടെ സാറാണ് അവിടുത്തെ ഡിഡക്ടർ എന്ന് പറയുന്നത്. ആളാണ് ആ സർട്ടിഫിക്കറ്റ് ഫോം 16 ഇഷ്യൂ ചെയ്ത് തരിക. ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് എമൗണ്ട് നമ്പർ, കളക്റ്റഡ് അക്കൗണ്ട് നമ്പർ. ടാക്സ് ഡിഡക്റ്റഡ് ആൻഡ് കളക്റ്റഡ് അക്കൗണ്ട് നമ്പർ, സെക്ഷൻ 203A. റെസ്പോൺസിബിൾ പേഴ്സൺ, ആരാണോ ഹു ഈസ് ദ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് കേട്ടോ. റെസ്പോൺസിബിൾ പേഴ്സൺ ഷുഡ് അപ്ലൈ ഫോർ ദ നമ്പർ TDS സ്കാൻ അല്ലെങ്കിൽ പോപ്പുലർലി നോൺ ആസ് ടാൻ വിതിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. അതായത് 1 month, ഒരു മാസത്തിനുള്ളിൽ ആ ഫോം അത് ആവശ്യപ്പെടണം. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഷുഡ് അപ്ലൈ ഫോർ ദ നമ്പറിന് അപ്ലൈ ചെയ്യേണ്ടത്. ഡ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് TDS സർട്ടിഫിക്കറ്റ്, എന്നാണ് TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. ഫോം നമ്പർ 16 ആണെങ്കിൽ ആനുവലായിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അപ് ടു 31st മെയ് 31 അപ് ടു ആ ഡേറ്റിൽ. ഇനി ഫോം നമ്പർ 16A ആണെങ്കിൽ ക്വാർട്ടർലി ആണെങ്കിൽ വിത്തിൻ 15 days ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ഫർണിഷ് ചെയ്തിട്ട് വിത്തിൻ 15 daysനുള്ളിൽ കേട്ടോ. ടൈം ലിമിറ്റ് ഫോർ ഡെപ്പോസിറ്റിംഗ് ദ സം ഡിഡക്റ്റഡ്, നമ്മളുടെ കയ്യിൽ നിന്ന്, അപ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് ഗവൺമെൻറ്റിലേക്ക് കേട്ടോ. വെൻ നോ ചലാൻ എ കമ്പൈൻഡ്, ചലാൻ വെക്കാതെ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ സെയിം ഡേ, എന്നാണോ നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാലറിയിൽ നിന്ന് TDS നടത്തണമെന്ന് വെച്ചെങ്കിൽ ആ സെയിം ഡേയിൽ എന്ത് ചെയ്യണം, അത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. വിത്ത് ചലാനോട് കൂടിയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ വിത്തിൻ 7 days ഫ്രം ദ എൻഡ് ഓഫ് ദി മന്ത് ഇൻ വിച്ച് ടാക്സ് ഈസ് ഡിഡക്റ്റഡ്. ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് പറയുന്നത് എൻഡ് ഓഫ് ദി മന്ത്, ആ മാസം അവസാനം കഴിഞ്ഞ് ഒരു 7 ദിവസത്തിനുള്ളിൽ കേട്ടോ. അതേഴ്സ്, ഇനി ഗവൺമെൻറ് അല്ലാതെ വേറെ അതേഴ്സ് ആണെങ്കിൽ, അതായത് ക്രെഡിറ്റ് ഓർ പെയ്ഡ് ഇൻ മാർച്ച് ആണെങ്കിൽ അപ് ടു 30th April, ഇനി അതർ കേസസ് ആണെങ്കിൽ വിത്തിൻ 7 days. ഇനി ലെവി ഓഫ് ഫീസ്, ഇനി വെൻ ദ ഡിഡക്ടർ, നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് ടാക്സ് TDS, നമ്മുടെ ശമ്പളം മാത്രമല്ല കേട്ടോ, TDS നടത്തുന്ന എല്ലാ ഇൻകം, TDS ഡിഡക്ടർ ഫെയിൽസ് ടു ഡെലിവർ ദ സ്റ്റേറ്റ്മെൻറ്റ്, TDSന്റെ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഡിലേ വരുത്തുകയാണെങ്കിൽ, ഫെയിൽ ആവുകയാണെങ്കിൽ വിതിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം, പറഞ്ഞ സമയത്തിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഹി ഈസ് ലയബിൾ ടു പേ എ ഫീസ് ഓഫ് 200 rupees, 200 രൂപ. എങ്ങനെ? ഫോർ എവരി ഡേ, ഓരോ ദിവസം 200 രൂപ വെച്ച് ഫൈൻ കൊടുക്കേണ്ടി വരും, ഫീസ് കൊടുക്കേണ്ടി വരും. ഡേ ഡ്യൂറിങ് വിതിൻ ദ ഫെയിലിയർ കണ്ടിന്യൂസ്, ഏത് ഡേറ്റ് വരെയാണ് ഇപ്പോൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് TDS ഡിഡക്റ്റ് ചെയ്തു, പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഡിഡക്റ്റ് ചെയ്ത ആ ഡേറ്റ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ പോകുന്ന ഡേറ്റുകളിൽ, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് വരെ ദിവസം 200 രൂപ വെച്ച് എന്ത് ചെയ്യേണ്ടി വരും, ഫീസ് കൊടുക്കേണ്ടതായിട്ട്, ലേറ്റ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഡ്യൂ ഡേറ്റ്സ് ഫോർ ഫയലിംഗ് ഓഫ് TDS ഓർ TCS റിട്ടേൺ, എന്നാണ് ഡ്യൂ ഡേറ്റ്, TDS അല്ലെങ്കിൽ TCS ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. ഡേറ്റ് ഓഫ് എൻഡിങ് ഓഫ് ദി ക്വാർട്ടർ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൽ. അതുപോലെ ഡ്യൂ ഡേറ്റ് ഫോർ TDS, ഡ്യൂ ഡേറ്റ് ഫോർ TCS കേട്ടോ. ജൂൺ 30 ആണെങ്കിൽ ജൂലൈ 31 മുമ്പ് TDS ഡ്യൂ ഡേറ്റ് ജൂലൈ 31 TCSന്റെ കേസിലാണെങ്കിൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണെങ്കിൽ ജൂലൈ 15 മുമ്പായിട്ട്. ഇനി 30th September ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് എൻഡിങ് ദ ക്വാർട്ടർ എങ്കിൽ 31st October മുമ്പായിട്ട് ഡ്യൂ ഡേറ്റ്. പിന്നെ മറ്റതാണെങ്കിലോ TCS ആണെങ്കിൽ ജാനുവരി 15 മുമ്പ്. ഇനി 31st December ആണെങ്കിൽ എന്താണ്, 31st December ആണെങ്കിൽ 31st January, TCS ആണെങ്കിൽ 15th January.
ഇനി മാർച്ച് എന്താ പറയുന്നത്, മാർച്ചിലാണെങ്കിൽ മാർച്ച് 31 ആണെങ്കിൽ മെയ് 31, TCS ആണെങ്കിൽ മെയ് 15. ഓക്കെ. ലേറ്റ് ഫീ, അവിടെ ലേറ്റ് ഫീ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ, അതായത് ലേറ്റ് ഫീ അണ്ടർ സെക്ഷൻ 234E ₹200 ഫോർ എവരി ഡേ ഡ്യൂറിങ് വിച്ച് ദ ഫെയിലിയർ കണ്ടിന്യൂസ്. ഇവിടെയും എന്താ പറയുന്നത്, സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡ്യൂ ഡേറ്റ്സ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞിട്ടും സബ്മിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ₹200 ഒരു ദിവസത്തേക്ക് ലേറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഡിഡക്ടർ കേട്ടോ. ഇനി അടുത്തത് പെനാൽറ്റി. ഇനി അത് കൂടാതെ പെനാൽറ്റിയും ഉണ്ട്. അത് കൊടുത്തില്ല എന്ന് വെച്ചെങ്കിൽ ഇത് മാത്രമല്ല, പെനാൽറ്റിയും കൂടി വരുന്നു കേട്ടോ. എന്താണ് പെനാൽറ്റി? അണ്ടർ സെക്ഷൻ 271H മിനിമം പെനാൽറ്റി 10,000 വിച്ച് ക്യാൻ ഗോ അപ് ടു, അത് വേണമെങ്കിൽ 10,000 വരെ എത്താം, 1 lakh വരെ എത്താം. 10,000 to 1 lakh. ദിസ് ഈസ് എൻ അഡീഷൻ ടു ലേറ്റ് ഫീ. ലേറ്റ് ഫീക്ക് പുറമെയാണ് കേട്ടോ ഇത്. അപ്പോൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തിനാ അതൊക്കെ ഇത്ര പെട്ടെന്നൊക്കെ പിടിക്കണേന്ന് നമുക്ക് മനസ്സിൽ തോന്നാം. പക്ഷേ എംപ്ലോയർ, അതായത് ഡിഡക്ടർ, ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് ഇങ്ങനെയുള്ള പെനാൽറ്റികളൊക്കെ വരുന്നു. ഇതിൽ ഇംപ്രിസൺമെന്റ് പറയുന്നില്ല. ലേറ്റ് ഫീ അങ്ങനെയുള്ള അതുപോലെ തന്നെ എന്താ പറയുന്നത്, പെനാൽറ്റിയൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ deposit of TDS on consideration for transfer of immovable property. ഇനി immovable property, immovable ചലിപ്പിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, immovable property ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതുമുള്ള TDSന്റെ ഡെപ്പോസിറ്റ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അണ്ടർ സെക്ഷൻ 194IA from consideration for transfer of immovable property shall be deposited within 7 days from the end of the month in which deduction is made. ഡിഡക്ഷൻ നടത്തി 7 ദിവസത്തിനുള്ളിൽ, ആ മാസാവസാനം 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? റിട്ടേൺ, അതായത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം കേട്ടോ. TDSലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് TDS കളക്ഷൻ. TDS കളക്ട് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്താ പറയുന്നത് 31st മെയ് 31 മുമ്പായിട്ട് എമൗണ്ട് കളക്ട് ചെയ്തിരിക്കണം. അതും ഫോം 16. ഓക്കെ. ഇനി അവിടെ പറയുന്നത് അമാൻഡ്മെന്റ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് ആക്ട് 2015 റിലേറ്റിംഗ് ടു TDS. അതായത് നമ്മളുടെ TDS ഫിനാൻസ് ആക്ട് 2015 അമാൻഡ്മെന്റ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണെന്നൊന്ന് നോക്കാം. എംപ്ലോയർ ടു ഒബ്റ്റെയിൻ എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് റിഗാർഡിംഗ് ഡിഡക്ഷൻസ്. ഡിഡക്ഷന്റെ പ്രൂഫ് എന്താ പറയുന്നത് എംപ്ലോയർ ടു ഒബ്റ്റെയിൻ ചെയ്യണം. എക്സംഷൻസ് ഓർ അലവൻസസ് ക്ലെയിംഡ് ബൈ ദ എംപ്ലോയി വൈൽ എസ്റ്റിമേറ്റിംഗ് ദ ഇൻകം ഓഫ് ദ എംപ്ലോയി ഫോർ ദ പർപ്പസ് ഓഫ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 192. അപ്പോൾ എന്താ പറയുന്നത് എംപ്ലോയർ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം TDS നടത്തിയതിന്റെ. പിന്നെ TDS ഓൺ ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെന്റ് ഓഫ് അക്യൂമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ടു എൻ എംപ്ലോയി അണ്ടർ എംപ്ലോയീസ്. PF-ൽ നിന്ന് അക്യൂമുലേറ്റഡ് ബാലൻസ് ഉണ്ടെങ്കിൽ 30,000 രൂപയൊക്കെ കൊണ്ട് വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുമൂലം TDS പിടിക്കുന്നത് കേട്ടോ. പിന്നെ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് പോയിന്റ് പറയണത് റാഷണലൈസേഷൻ ഓഫ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിഡക്ഷൻസ് ഓർ ടാക്സ് ഓൺ ഇൻട്രസ്റ്റുമുള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് ടു ഡിഡക്ട് TDS ഓൺ ടൈം ഡെപ്പോസിറ്റ്സ് ഈ ഇൻട്രസ്റ്റ് എക്സീഡ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻട്രസ്റ്റുമേ TDS ചുമത്തുക. എങ്ങനെ പറയുന്നത്, ഇൻട്രസ്റ്റ് 10,000 രൂപയേക്കാൾ കൂടുതലായാൽ മാത്രം TDS പിടിച്ചാൽ മതി. പിന്നെ അത് വിത്ത് ഇഫക്ട് ഫ്രം 2015 തൊട്ട് എന്താ പറയുന്നത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 കേട്ടോ. പിന്നെ ഡെഫിനിഷൻ ഓഫ് ടൈം ഡെപ്പോസിറ്റ്സ് അമാൻഡഡ്. ടൈം ഡെപ്പോസിറ്റും അമാൻഡ്മെന്റ് നടത്തിയിട്ടുണ്ട്. ടു ഇൻക്ലൂഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. അതിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സും കൂടെ പെടുത്തിയിട്ടുണ്ടെന്ന്. ഓക്കെ. ടൈം ഡെപ്പോസിറ്റ്സ് FD അല്ലാതെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സും അതിന്റെ ഇൻട്രസ്റ്റും ഇവിടെ പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. അതുപോലെ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ എമൗണ്ട് ഓഫ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദി ടൈം ഓഫ് പേയ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് അക്രൂവൽ ബേസിസ്. അതുപോലെ തന്നെ എന്താ പറയുന്നത് മോട്ടോർ ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ക്ലെയിം കിട്ടില്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങളെ പറയുന്നില്ല, ഞാൻ പറയാം ഞാനാണൊരു മോട്ടോർ കാർ ആക്സിഡന്റിൽ ഡെത്ത് ആവണമെന്ന് വിചാരിക്കുക, ഞാൻ മരിക്കാന്ന് വിചാരിക്കൂ. അപ്പം അന്നത്തെ ഡേറ്റ് തൊട്ടാണ് എനിക്ക് ക്യാഷ് കണക്കാക്കാന്ന്. അപ്പം അന്ന് തൊട്ടിപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് അടക്കം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 20 lakhs 15 കൊല്ലം കഴിഞ്ഞിട്ട് കേസ് വിധിയാവുള്ളൂട്ടാ. കാരണം ഇൻഷുറൻസ് കമ്പനി അത്ര വേഗമൊന്നും ക്ലെയിം സെറ്റിൽ ചെയ്യില്ലാന്ന്.
അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റുമിലും TDS ഉണ്ടെന്ന് കേട്ടോ. ടാക്സ് ഓൺ കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ എമൗണ്ട്, കോമ്പൻസേഷൻ കിട്ടുക. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിമിന്റെ കോമ്പൻസേഷൻ ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് സമയത്താണ് TDS നടത്തുക, ഇൻസ്റ്റെഡ് ഓഫ് അക്രൂവൽ ബേസിസിലല്ലാന്ന് കേട്ടോ. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് റിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം പേയ്മെന്റ് മെയ്ഡ് ടു ട്രാൻസ്പോർട്ടേഴ്സ്. അതുപോലെ റാഷണലൈസേഷൻ ഓഫ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു TDS ആൻഡ് TCS. ഇതൊക്കെ അമാൻഡ്മെന്റ് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നതാണ് 2015 മുതൽ കേട്ടോ. ഇനി അമാൻഡ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് ആക്ട് 2019, വീണ്ടും 2019 അമാൻഡ്മെന്റ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ സെക്ഷനുകളാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്, സെക്ഷൻ 194DA, അതുപോലെ തന്നെ സെക്ഷൻ 194IA, സെക്ഷൻ 194M, ഇൻഡിവിജ്വൽസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെയൊക്കെ എന്താ പറയുന്നത് TDS വരുന്ന ലയബിലിറ്റി കേട്ടോ. ഇനി അതുകൂടാതെ ഇനിയിപ്പോൾ ആ സെക്ഷൻസുകളൊക്കെ 2-3 ഇവിടെ ഒന്നും അങ്ങനെ സ്ട്രെസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മുന്നിൽ പറഞ്ഞ ആ തിയറിയൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ ഒന്ന്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് TCS ആണ്. TCS കേട്ടോ, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലെ തിയറിയോട് കൂടി ഇത് ഈ ചാപ്റ്ററും കൂടിയും കഴിയുന്നു കേട്ടോ. പിന്നെയുണ്ട് 2 ചാപ്റ്ററും കൂടിയും 2 ചാപ്റ്റർ കൂടി ഉണ്ട് കേട്ടോ. ശരി, പഠിച്ചു വെക്കണം കേട്ടോ. അതാത് സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ ഇനി തൊട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു 5-6 ക്ലാസ്സെങ്കിലും നിങ്ങളോട് ഓരോരുത്തരുടെ പേര് വിളിച്ച് അവരോട് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ചെങ്കിൽ അടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പിള്ളേർക്ക്. ഓടി വന്ന് ഞാൻ അടിക്കും. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, TCS. TCS ഈസ് ദ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ബൈ ദ സെല്ലർ ഫ്രം ദി ബയർ. സെല്ലറ് ബയറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ് TCS. ഓക്കെ, ഇത് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 206C 206C കേട്ടോ. ഇഫ് ദ പർച്ചേസ് വാല്യൂ ഓഫ് ഗുഡ്സ് ഈസ്, പർച്ചേസ് വാല്യൂ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിളായിട്ട് നോക്കുക, പർച്ചേസ് വാല്യൂ X ആണെന്ന് വിചാരിക്കുക. എമൗണ്ട് പേയബിൾ ബൈ ദി ബയർ എന്തുകൂടെ ചെയ്യണം പറയുന്നത്, പർച്ചേസ് വാല്യൂവിൻ്റെ കൂടെ ഒരു ചെറിയ എമൗണ്ടും കൂടിയും ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, വൈ ഇസ് ദ വാല്യൂ ഓഫ്, വൈ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്. ഇനി അത്രയും. പിന്നെ എന്താ പറയുന്നത്, റേറ്റ് ഓഫ് TCS കേട്ടോ, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സിന്റെ റേറ്റ്. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ആണെങ്കിൽ 1% ആണ് റേറ്റ് TCS ആയിട്ട് പിടിക്കുക. 10 ലീവ്സ് ഒക്കെ ആണെങ്കിൽ 5%. ടിമ്പർ ഒപ്റ്റൈൻഡ് അണ്ടർ ഫോറസ്റ്റ് ലീസ് ആണെങ്കിൽ, ലീസ് കേട്ടോ, LEAS ലീസ്, പാട്ടം 2.5. ടിമ്പർ ഒപ്റ്റൈൻഡ് ബൈ എ മോഡ് അതർ ദാൻ അണ്ടർ എ ഫോറസ്റ്റ് ലീസ് ആണെങ്കിലും 2.5. എനി അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് നോട്ട് ബീയിങ് ടിമ്പർ ഓർ 10 ലീവ്സ് ഇതൊക്കെയാണെങ്കിലും 2.5%. സ്ക്രാപ്പിനൊക്കെ ആണെങ്കിൽ, സ്ക്രാപ്പ് തുരുമ്പ് വില, സ്ക്രാപ്പ് 1%. മിനറൽസ് ഒക്കെ ആണെങ്കിൽ, അതായത് കോൾ ഓർ എന്താ പറയുക, കോൾ ഇതൊക്കെയാണെന്ന് വെച്ചാൽ അയേൺ ഓറൊക്കെ ആണെങ്കിൽ 1%. പിന്നെ പാർക്കിംഗ് ലോട്ടാണെങ്കിൽ 2%. ടോൾ പ്ലാസ ഒക്കെ ആണെങ്കിൽ 2%. മൈനിങ് ആൻഡ് ക്വാറി ആണെങ്കിലും 2%. മോട്ടോർ വെഹിക്കിൾ ഓഫ് വാല്യൂ എക്സീഡിങ് 10 lakhs അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് എമൗണ്ട് ഫ്രം ദി ബയർ 1%. ഇങ്ങനെയാണ് TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ കളക്റ്റഡ് എമൗണ്ടിൻ്റെ കൂടെ ഒരു 4% സെസ്സും കൂടിയും ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എക്സംഷൻ എന്താണ്, ഡിഡക്ഷൻ ബൈ ദ ബയർ ഇൻ ഫോം 27C ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഫോർ എക്സംഷൻസ് ഗുഡ്സ് ലിസ്റ്റഡ് ആർ ഫോർ മാനുഫാക്ചറിങ് ഓർ പ്രോസസ്സിംഗ് ആൻഡ് നോട്ട് ഫോർ ട്രേഡിംഗ് കേട്ടോ. ഇനി ലോവർ റേറ്റ് ഓഫ് TCS, അതിന് ആ ലോവർ റേറ്റ് ഓഫ് TCS തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അവിടെ ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു കുട്ടികളെ.